ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് എങ്ങനെയാണ് ജെറ്റ് പാക്കിൽ സർവീസ് ട്രാൻസ്ഫർ അല്ലെങ്കിൽ വാറണ്ടി ട്രാൻസ്ഫർ എങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഡെലിവറി ഓർഡർ DC എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം എന്നതിനെ പറ്റിയാണ്. സോ നമുക്കിവിടെ അറിയാം ഈ സർവീസ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ നമ്മുടെ ഷോപ്പിനകത്തുനിന്ന് അല്ലെങ്കിൽ ചിപ്പ് ലെവൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഒരു വർക്ക് വന്നു, ആ വർക്ക് ചിപ്പ് ലെവലിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു മോർ ഇൻസ്പെക്ഷന് വേണ്ടി മറ്റൊരു സ്ഥലത്തേക്ക് അയക്കാൻ പോകാമെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ അങ്ങനെ മറ്റൊരു സ്ഥലത്തേക്ക് നമ്മൾ അയക്കുകയാണെങ്കിൽ അപ്പോൾ അതിനെയാണ് നമ്മൾ ആ അയക്കുന്ന ആ ഒരു ട്രാക്കിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്യുക്കർ അല്ലെങ്കിൽ പറയുന്ന സർവീസ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഇപ്പോൾ സപ്പോസ് നമുക്ക് അതിൻ്റെ കണ്ടീഷൻ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിനകത്ത് ഒരു വാലിഡ് ആയിട്ടുള്ള കേസ് ക്രിയേറ്റ് ചെയ്തിരിക്കണം. നമുക്കൊരു കേസിന് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു കേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കണം. ഇപ്പോൾ സപ്പോസ് ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ഈ പറയുന്ന ഈ കേസ് സൈഡിലുള്ള, അതായത് നമ്മുടെ കേസ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന 1056 എന്ന് പറയുന്ന 156 എന്ന് പറയുന്ന കേസ് ID ഇപ്പോൾ ക്രിയേറ്ററാണ്. ഒരിക്കലും അത് ക്ലോസ്ഡ് ആവാൻ പാടില്ല. ഒരു ക്ലോസ് ചെയ്യാത്ത അല്ലെങ്കിൽ ഇൻ പ്രോഗ്രസ്സിലുള്ള റിസീവ്ഡ് ചെയ്തിട്ടുള്ള ഒരു കണ്ടീഷനിലുള്ള ഒരു കേസ് ID നമുക്ക് വേണം എന്നുള്ളതാണ് ഈ സർവീസ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ബേസിക് ആയിട്ടുള്ള പ്രീ റിക്വസ്റ്റ് ആയിട്ടുള്ള വേണ്ട കാര്യം. ഓക്കെ, നമുക്ക് ഇത്ര വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സർവീസ് ട്രാൻസ്ഫർ ക്രിയേറ്റ് ചെയ്യാം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം വേണ്ടത് പാർട്ട്നേഴ്സിൽ പോവുക. നമ്മുടെ ബിസിനസ് പാർട്ട്നേഴ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ബിസിനസ് പാർട്ട്നേഴ്സ് ഉണ്ടാവണം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ബിസിനസ് പാർട്ട്നേഴ്സ് ആഡ് ചെയ്യാം. നിങ്ങളുടെ തേർഡ് പാർട്ടി സിസ്റ്റംസ് ആരാണോ അവരെ ആഡ് ചെയ്യാം. ഇനി കൊറിയർ പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ അവരെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഞാൻ ഓൾറെഡി 2 ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ബിസിനസ് പാർട്ട്നേഴ്സിന് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഫൈൻ ആണല്ലോ. സോ ഈ നെക്സ്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഒരു മെനു നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ട്രാൻസ്ഫർ. സോ അതിന് സർവീസ് ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഒരു മെനുവിലേക്ക് വരിക. സോ അതിനുശേഷം നമ്മൾ സർവീസ് ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഇതാണ് നമ്മുടെ സർവീസ് ട്രാൻസ്ഫറിൻ്റെ മെനു. സോ സർവീസ് ട്രാൻസ്ഫർ നമ്മൾ ആദ്യം വേണ്ടത് നമ്മുടെ ഒരു കേസ് ID ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാനിവിടെ റിപ്പയറിൽ എടുക്കുകയാണ്. ഞാൻ ഇന്നത്തെ ഡേറ്റ് വെച്ചിട്ട് ഞാൻ ഒന്ന് സെർച്ച് ചെയ്യാണ്. സോ എനിക്ക് കിട്ടി. ഞാൻ ഈ കേസ് IDയിലാണ് ഞാൻ സർവീസ് ട്രാൻസ്ഫർ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഞാൻ ആ കേസ് ID ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുകയാണ്. സോ അതിനുശേഷം നമ്മൾ സർവീസ് ട്രാൻസ്ഫറിൽ വന്നതിന് ശേഷം ക്രിയേറ്റ് സർവീസ് ട്രാൻസ്ഫർ എന്ന് പറയുന്ന മെനു എടുക്കുമ്പോൾ സർവീസ് ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടി കേസ് ID ആപ്ലിക്കേഷൻ നമ്മൾ ചോദിക്കുന്നുണ്ട്. സോ നമുക്ക് ഏത് കേസ് IDയിലാണോ നമുക്ക് സർവീസ് ട്രാൻസ്ഫർ ക്രിയേറ്റ് ചെയ്യേണ്ടത് ആ കേസ് ID കൊടുത്തതിന് ശേഷം സെർച്ച് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സർവീസ് ഡീറ്റെയിൽസിൻ്റെ ഒരു ഫോം കിട്ടും. ആ ഫോമിനകത്ത് സർവീസിൻ്റെ കേസ് ഡീറ്റെയിൽസ് ഉണ്ട്. ഒരു ട്രാൻസ്ഫർ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന മെനുവിലേക്ക് വരിക. അവിടെ ട്രാൻസ്ഫർ റിക്വസ്റ്റ് ID ഉണ്ട്. ട്രാൻസ്ഫർ ടൈപ്പ് ഏതാണ്, അത് സർവീസ് ആണോ വാറണ്ടി ആണോ? ഞാൻ ഇവിടെ സർവീസ് വാറണ്ടിക്കാണ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു വാറണ്ടി കൊടുക്കാമെന്ന് വിചാരിച്ചു. ലൈക്ക് ഇപ്പോൾ നമ്മുടെ പാർട്ട്ണർ ഏതാണ്, നമ്മുടെ പാർട്ട്ണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ടച്ച് സൊല്യൂഷൻസ് ആണ് പാർട്ട്ണർ. പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവോയ്സ് നമ്പർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കാം. ഇനി ഇൻവോയ്സ് ഡേറ്റ് അറിയെങ്കിൽ അത് കൊടുക്കാം. ഇനി പർച്ചേസ് ഡേറ്റിംഗിൽ അത് കൊടുക്കാം. ഞാൻ എമൗണ്ട് ഉണ്ടെങ്കിൽ അതും കൊടുക്കാം. ഞാനിപ്പോൾ അതും കൊടുക്കുക. ഞാൻ വെറുതെ എമൗണ്ട് ഞാൻ വെറുതെ ഒരു 60-100 എന്ന് പറയുന്നത് കൊടുക്കുകയാണ്. വെറുതെ കൊടുക്കാം. ഇതൊന്നും ഇല്ലെങ്കിൽ നിർബന്ധമൊന്നുമില്ല. ഇത്രയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു സർവീസ് ട്രാൻസ്ഫർ വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യാം, ക്രിയേറ്റ് ചെയ്യാം. സോ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ ഡേറ്റ് വെച്ച് ഞാൻ സെർച്ച് ചെയ്യാണ്. 30-ാം തീയതി എന്ന് പറഞ്ഞ ഡേറ്റ് സെർച്ച് ചെയ്യാണ്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സർവീസ് ട്രാൻസ്ഫർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ട്രാൻസ്ഫർ റിക്വസ്റ്റ് TR6 ട്രാൻസ്ഫർ ഡേറ്റ് ഇന്നത്തെയാണ്. കേസ് ID ഏത് കേസ് IDയിലാണ് ഇത് ചെയ്തേക്കുന്നത്, കസ്റ്റമർ നെയിം എന്താണ്, ആരാണ്, ഏത് പാർട്ട്ണറിലേക്കാണ് നമ്മൾ അയച്ചത്, ഇനി പ്രൊഡക്റ്റ് നെയിം എന്താണ്, മോഡൽ നമ്പർ ഇല്ല, സീരിയൽ നമ്പർ കൊടുത്തിട്ടില്ല, ഏത് ടൈപ്പാണ്, വാറണ്ടിക്കാണ് നമ്മൾ കൊടുത്തത്, ക്രിയേറ്റഡ്, അതായത് ഈ സ്റ്റാറ്റസ് ക്രിയേറ്റഡ് ആണ് സത്യം പറഞ്ഞാൽ. ഓക്കെ, അപ്പം ഈ സ്റ്റാറ്റസ് ക്രിയേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വാറണ്ടിക്ക് വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നേരെ ഇവിടെ വന്നിട്ട് നമ്മുടെ കേസ് ഒന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഒന്നും കൂടെ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന പർട്ടിക്കുലർ ആയിട്ടുള്ള ആ കേസിൻ്റെ സ്റ്റാറ്റസ് ഹോൾഡ് എന്ന സിറ്റുവേഷനിലേക്ക് മാറിയിട്ടുണ്ടാകും. ഹോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ തൽക്കാലം ഹോൾഡ് ചെയ്തേക്കാണ്. ഈ ഹോൾഡ് എന്ന് പറഞ്ഞതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ കേസ് IDക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സർവീസോ അല്ലെങ്കിൽ വാറണ്ടി ട്രാൻസ്ഫറോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനർത്ഥം ഈ പറയുന്ന എക്യുപ്മെൻറ്റ് ഇപ്പോൾ നമ്മുടെ സർവീസ് സെൻറ്ററിലില്ല, ഇത് പുറത്തേക്ക് പോയിട്ടുള്ളതാണ്, ഇതുവരെ ഇത് തിരിച്ചു വന്നിട്ടില്ല എന്നതാണ് ഇതിൻ്റെ ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത്. സോ ഇത് ഹോൾഡിലാണെങ്കിൽ നമ്മൾ ഒരു തരത്തിലുള്ള ഒരു ആക്ഷൻസും നമ്മളിവിടെ അനുവദിക്കുന്നതല്ല. ഇവർക്ക് ജസ്റ്റ് വ്യൂ ചെയ്യാൻ പറ്റുകയുള്ളൂ. അതല്ലാതെ ഇതിൻ്റെ സ്റ്റാറ്റസ് മാറ്റുകയോ അല്ലെങ്കിൽ അസറ്റ് സ്റ്റാറ്റസ് മാറ്റുകയോ അങ്ങനെയുള്ള ഒരു കാര്യം ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല അൺടിൽ ഈ സർവീസ് ട്രാൻസ്ഫർ കംപ്ലീറ്റ് ചെയ്യുന്നതിന് വരെ. സോ നമ്മളിവിടെ സർവീസ് ട്രാൻസ്ഫർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ ഇനി എങ്ങനെയാണ് ഈ സർവീസ് ട്രാൻസ്ഫറിൽ നിന്നും ഒരു DC ക്രിയേറ്റ് ചെയ്യുന്നത്, ഒരു ഡെലിവറി ചലാൻ അല്ലെങ്കിൽ ഡെലിവറി ഓർഡർ ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. സോ അതിനുവേണ്ടി നമ്മൾ സിമ്പിളായിട്ട് ട്രാൻസ്ഫറിൻ്റെ താഴെയുള്ള ഡെലിവറി ഓർഡർ എന്ന് പറയുന്ന ഈ ഫംഗ്ഷനാലിറ്റി ഈ ഒരു മെനുവിലേക്ക് വരികയാണ്. സോ ഇവിടെ നമുക്ക് ക്രിയേറ്റ് ഡെലിവറി ഓർഡർ എന്ന് പറയുന്ന
ഒരു മെനു ഉണ്ട്, അവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതിന് മുമ്പായിട്ട് എനിക്ക് വേണ്ടത് നമ്മുടെ ഈ സർവീസ് ട്രാൻസ്ഫറിൻ്റെ ID, അതായത് നമ്മൾ ഇന്ന് ക്രിയേറ്റ് ചെയ്ത സർവീസ് ട്രാൻസ്ഫറിൻ്റെ ID നമുക്ക് വേണം. സോ നമുക്കത് നമുക്ക് നോക്കാം. സോ ഇന്നത്തെ ഇതിൻ്റെ ട്രാൻസ്ഫർ ID എന്ന് പറയുന്നത് TR6 എന്ന് പറയുന്നതാണ്. ഈ TR6 ഞാൻ കോപ്പി ചെയ്തതിന് ശേഷം നേരെ ഇവിടെ വരുന്നു. സോ ക്രിയേറ്റ് ഡെലിവറി ഓർഡർ എന്ന് പറയുന്ന നമ്മുടെ ഈ പറയുന്ന മെനു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പാർട്ട്ണർ നെയിം നമുക്കിവിടെ ചോദിക്കാൻ പറ്റും. ഇത് ഏത് പാർട്ട്ണറിലേക്കാണ് നമ്മൾ സെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഞാനിവിടെ ലാപ്ടോപ്പ് സൊല്യൂഷൻ കൊടുക്കുകയാണ്. സോ ഡെലിവറി ഡേറ്റ് നമ്മൾ കാണിക്കുകയാണ്. കൊറിയർ പാർട്ട്ണർ ആരാണ്, ഞാൻ DTDC കൊടുക്കുകയാണ്. സോ AW നമ്പർ ഉണ്ടെങ്കിൽ ആ ഡബ്ല്യൂ കൊടുക്കാം. ഞാനിപ്പം AW നമ്പർ എന്ന് പറയുന്ന ഒരു നമ്പർ എനിക്ക് കിട്ടിയിട്ടുണ്ട്. മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് കൊറിയർ ആണ്. ഇനിയിപ്പോൾ എന്താണ് ഡെസ്റ്റിനേഷൻ അഡ്രസ്സും പാർട്ട്ണർ അഡ്രസ്സും സെയിം ആണോ എന്നുള്ളതാണ്. സോ ഞാനത് സെയിം ആണ് കൊടുക്കുന്നത്. സോ അതിനുശേഷം നമ്മുടെ ട്രാൻസ്ഫർ ID ഞാനിവിടെ കൊടുക്കുകയാണ്. സോ നമ്മുടെ ട്രാൻസ്ഫർ ID എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്, TR6 ആണ്. അത് കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റ് നെയിം, മോഡൽ നമ്പർ ഉണ്ടെങ്കിൽ അത്, സീരിയൽ നമ്പർ ഉണ്ടെങ്കിൽ അത്, HSN കോഡ് ഉണ്ടെങ്കിൽ അത്, എല്ലാ കാര്യങ്ങളും വന്നു. ഇത് നമുക്ക് വേണമെങ്കിൽ ഏതെങ്കിലും കൊറിയർ ചാർജസോ, ഇപ്പോൾ കൊറിയർ ചാർജസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ആഡ് ചെയ്യാം. ഡിസ്ചാർജസ് ഉണ്ടെങ്കിൽ നമുക്കത് ആഡ് ചെയ്യാം. നമുക്ക് എല്ലാ കാര്യങ്ങളും ആഡ് ചെയ്യാം. ഇതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, വളരെ സിമ്പിളായിട്ട് ജനറേറ്റ് ഡെലിവറി ഓർഡർ ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ഇന്നത്തെ ഡേറ്റ് വെച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു ഡെലിവറി ഓർഡർ കാണേണ്ടതാണ്. ഓക്കെ, നമുക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. സോ ഡെലിവറി ഓർഡർ ഇപ്പോൾ നമുക്കിപ്പോൾ ഏറ്റവും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന് 2025 ഇന്ന് 30-ാം തീയതിയാണ്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഡെലിവറി ഓർഡർ കാണാൻ പറ്റും. സോ നമ്മളത് ജസ്റ്റ് ഡെലിവറി ഓർഡർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഡെലിവറി ഓർഡർ അപ്പം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഒരു കസ്റ്റമറിന് നിങ്ങൾക്ക് അപ്പം തന്നെ പ്രിൻറ്റ് ചെയ്തോ അല്ലെങ്കിൽ സെൻഡ് ചെയ്തോ അല്ലെങ്കിൽ പ്രിൻറ്റ് ചെയ്തോ ഇതെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. സോ ഇത്രയും കാര്യങ്ങളാണ് ഡെലിവറി ഓർഡറിലുള്ളത്. ആ സമയത്ത് ഇനി ഡെലിവറി ഓർഡർ ക്രിയേറ്റ് ചെയ്താൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് അറിയേണ്ടത്. സോ നമ്മൾ ട്രാൻസ്ഫറിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ ഡേറ്റ് വെച്ച് നമ്മൾ സെർച്ച് ചെയ്യാണ്. സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം നമ്മുടെ ആ പർട്ടിക്കുലർ ട്രാൻസ്ഫറിൻ്റെ സ്റ്റാറ്റസ് ഇൻ ട്രാൻസിറ്റ് എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് മാറി. അതിനർത്ഥം നമ്മളൊരു ഡെലിവറി ഓർഡർ ക്രിയേറ്റ് ചെയ്തു. അതിനർത്ഥം നമ്മുടെ ഈ പറയുന്ന എക്യുപ്മെൻറ്റ് നമ്മുടെ സർവീസ് സെൻ്ററിൽ നിന്ന് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ആ ഒരു ഡെസ്റ്റിനേഷനാണുള്ളത്. ഇതിപ്പോൾ ഇൻ ട്രാൻസിറ്റിലാണ്, ഇതിപ്പോൾ നമ്മുടെ ഇവിടെ ഇല്ല, അത് പുറത്തേക്ക് പോയി എന്നുള്ള മീനിങ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഈ പറഞ്ഞ സർവീസ് ട്രാൻസ്ഫറിന് പോയിട്ടുള്ള AW നമ്പർ, ഏത് കൊറിയർ പാർട്ട്ണറാണ് AW നമ്പർ, ഈ നമ്പർ എല്ലാം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. സോ ഡെലിവറി ഓർഡർ നമ്പർ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. സോ അത് മാത്രമല്ല, ഇപ്പം ഈ ഒരു സർവീസ് ട്രാൻസ്ഫർ എക്സിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു കസ്റ്റമറിന് അല്ലെങ്കിൽ ഈ പറഞ്ഞ കസ്റ്റമറിന് നമ്മൾ സ്റ്റാൻഡ് ബൈ ആയിട്ട് ഏതെങ്കിലും പ്രോഡക്റ്റ് നമ്മൾ കൊടുക്കുക എന്ന് വിചാരിക്കുക. ആ കൊടുക്കുന്ന പ്രൊഡക്റ്റിൻ്റെ സീരിയൽ നമ്പർ ഉണ്ടെങ്കിൽ ആ നമ്പർ നമുക്ക് ഇവിടെ അത് ആഡ് ചെയ്ത് കൊടുത്താൽ അതും ഇവിടെ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. സോ ഇത്രയും ഇപ്പോഴും നമ്മുടെ സർവീസ്, അതായത് നമ്മുടെ കേസ് എന്ന് പറയുന്ന ഈ പറയുന്ന നമ്മുടെ റിപ്പയറിൻ്റെ കേസ്, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ സർവീസ് ട്രാൻസ്ഫർ ക്രിയേറ്റ് ചെയ്തിട്ട് കേസിൻ്റെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഇപ്പോഴും ഹോൾഡ് തന്നെയായിരിക്കും. അതിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. അതിനുശേഷം ഞാൻ ചെയ്യാൻ പോകുന്നത്, ഈ സർവീസ് ട്രാൻസ്ഫർ കഴിഞ്ഞു, ഈ എക്യുപ്മെൻറ്റ് തിരിച്ച് നമ്മുടെ സെൻറ്ററിലേക്ക് എത്തി എന്ന് വിചാരിക്കുക. ആ സമയത്ത് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നുള്ളതാണ്. ഞാനപ്പോൾ ഇതാണ് ഈ ഇൻട്രാൻസിറ്റ് ആയിട്ടുള്ള നമ്മുടെ എൻട്രി നമ്മൾ എടുത്തു. ഇതിന് ശേഷം നമ്മുടെ സർവീസ് ട്രാൻസ്ഫർ തിരിച്ചു വന്നു, അതായത് വാറണ്ടി ഒക്കെ കഴിഞ്ഞ് സാധനം തിരിച്ചു വന്നു എന്നുള്ളതാണ്. സോ ആ സമയത്ത് നമ്മൾ ഇൻടു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ക്ലോസ് എന്ന് പറയുന്ന നമ്മുടെ ഒരു ആക്ഷൻ ഉണ്ട്. ക്ലോസ് ചെയ്യുമ്പോൾ നമ്മൾ ചോദിക്കുന്നുണ്ട് ആർ യു ഷുവർ, അതായത് നിങ്ങൾ ഷുവർ ആണോ ഇത് ക്ലോസ് ചെയ്യാൻ റെഡി ആയോ എന്നുള്ളതാണ്. സോ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ റിസീവ്ഡ് സീരിയൽ നമ്പർ എന്നൊരു ഓപ്ഷൻ വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ വാറണ്ടിക്ക് അയക്കുന്ന സമയത്ത് ഒരു എക്യുപ്മെൻറ്റിൻ്റെ സീരിയൽ നമ്പർ ഒന്നായിരിക്കാം, തിരിച്ചു വരുമ്പോൾ ആ സീരിയൽ നമ്പർ വേറെ ആയിരിക്കാം. സോ ഞാനിപ്പോൾ തിരിച്ചു വന്ന സീരിയൽ നമ്പർ സെയിം ആണെങ്കിൽ അത് തന്നെ കൊടുക്കുക. അങ്ങനെയല്ല പുതിയ സീരിയൽ നമ്പർ ആണ് എനിക്ക് വന്നതെങ്കിൽ ഞാൻ ആ പുതിയ സീരിയൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സോ അതിനുശേഷം കൺഫേം ക്ലോസിംഗ് സർവീസ് ആണ്. കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് കാണാൻ പറ്റും ആ പർട്ടിക്കുലർ ആയിട്ടുള്ള സർവീസ് ട്രാൻസ്ഫർ ക്ലോസ് ആയി. അതിനുശേഷം ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർവീസ് ട്രാൻസ്ഫർ വാറണ്ടി കഴിഞ്ഞതിന് ശേഷം തിരിച്ച് നമ്മുടെ സർവീസ് സെൻറ്ററിലേക്ക് എത്തി എന്നുള്ളതാണ്. സോ എത്തിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒന്നും കൂടെ നമ്മുടെ കേസ് നോക്കിക്കഴിഞ്ഞാൽ അത് തിരിച്ച് ക്രിയേറ്റഡ് എന്ന ഇതിലേക്ക് മാറി. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഓക്കെ, നമ്മൾ നേരെ വരുന്നു, ഇവിടെ നമ്മുടെ സ്റ്റാറ്റസ് എന്ത് ചെയ്യുന്നു, റെഡിയിലേക്ക് മാറ്റുന്നു. റെഡിയിലേക്ക് മാറ്റി കഴിഞ്ഞാൽ കസ്റ്റമറിന് റെഡിയായി എന്നുള്ള ഓപ്ഷൻ ചെല്ലുന്നു. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, കസ്റ്റമർ തിരിച്ചു വരുന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ റിസീവ്ഡ് എന്ന് മാറ്റി ഡെലിവേർഡ് ആക്കാം. ഡെലിവേർഡ് ആക്കി സേവ് ചെയ്യാം. സോ നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള നമ്മുടെ വർക്ക് ഫ്ലോ ഇവിടെ എൻഡ് ചെയ്യുകയാണ്. സോ ഇങ്ങനെയാണ് നമ്മൾ സർവീസ് ട്രാൻസ്ഫറിലൂടെ ചെയ്യുന്ന കാര്യങ്ങളെ ട്രാക്ക് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് പിന്നീട് കാണാം.